ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ദിവസം. ഈ ദിവസത്തിൻ്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ ഞാൻ അവർക്ക് നേരുകയാണ്. തൃത്വം നമ്മെ സ്നേഹിക്കുന്നു, നമുക്കായി കാത്തിരിക്കുന്നു. ഒരുപക്ഷെ മറ്റ് മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏകദൈവ വിശ്വാസവും തൃത്വിക ജീവിതവും ഒരുമിച്ച് സമ്മേളിപ്പിക്കുന്ന ക്രൈസ്തവ വിശ്വാസം, അത് ഒരുപക്ഷെ പലർക്കും മനസ്സിലാകണമെന്നില്ല. ഒരേ സമയം ദൈവം ഏകനാണ്, അത് പരിശുദ്ധ തൃത്വവുമാണ്. നമ്മൾ ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് ധ്യാനിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം ഈശോയുടെ പീഡാസഹനങ്ങളിലേക്കുള്ള കടന്നുപോകലാണ്, പെസഹായാണ്. ശിഷ്യന്മാർ അതീവ ദുഃഖിതരാണ്, ആശങ്കാകുലരാണ്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് അവർക്കറിഞ്ഞുകൂടാ. അവരെ ഈശോ ധൈര്യപ്പെടുത്തുന്ന ഒരു രംഗമാണ് നമ്മൾ ആദ്യം കാണുക. നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ എങ്ങനെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മോടൊപ്പമായിരിക്കുന്നത്, നമ്മെ ശക്തിപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കാണുക, ഈശോ നമ്മുടെ കൂടെ വസിക്കുന്ന ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. ശിഷ്യന്മാരുടെ പരാധീനതകളും പരിമിതികളും മനസ്സിലാക്കുന്നവനാണ് ഈശോ. നമ്മുടെ ബലഹീനതകൾ നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്നവനാണ് ഈശോ എന്ന് ആദ്യം തിരിച്ചറിയണം. ദൈവം നമ്മോട് എത്രമാത്രം ക്ഷമയോടെ പെരുമാറുന്നു, പലതും നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ദൈവത്തിൻ്റെ പ്രവർത്തന രീതികൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. പല കാര്യങ്ങളും നമുക്ക് വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സ്വീകരിക്കാനോ സാധിക്കുന്നില്ല. നമ്മുടെ വിശ്വാസം പലപ്പോഴും അപൂർണമാണ്. എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ പെരുമാറുന്നു എന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പൗലോസ് ശ്ലീഹ കൊറിന്തോസ് ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ പ്രകാരമാണല്ലോ പറയുന്നത്, ദൈവം വിശ്വസ്തനാണ്, നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം എന്ന് ഓർക്കുക. ഈശോ നമ്മുടെ കൂടെ വസിക്കുന്നു, നമ്മെ ശക്തിപ്പെടുത്തുന്നു. എല്ലാ കാര്യങ്ങളും സാവധാനം മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതിനോട് വിശ്വാസപൂർവ്വം പ്രതികരിക്കാനും ഈശോ നമുക്ക് ശക്തി നൽകുന്നു. നമ്മുടെ കൂടെ വസിക്കുന്ന ഈശോ, അതാണ് നമ്മൾ ആദ്യം ഈ തൃത്വത്തിൻ്റെ തിരുനാളിൽ ധ്യാനിക്കുക. കൂടെ വസിക്കുന്നവനായ ഈശോ എപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. സഹായിക്കാനായി, ശക്തിപ്പെടുത്താനായി നമ്മുടെ കൂടെയുണ്ട്. അനാഥരായി അവിടുന്ന് നമ്മെ കൈവിടുകയില്ല എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ്. പരിശുദ്ധാത്മാവ് നമ്മെ വ്യക്തമായ ചിന്തയിലേക്കും തീരുമാനങ്ങളിലേക്കും നമ്മളെ നയിക്കുന്നു. ഇന്നത്തെ കാലഘട്ടം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. ബുദ്ധിപരമായ തീരുമാനങ്ങളെടുക്കാൻ ഇന്നത്തെ ശാസ്ത്രം AI നമ്മളെ സഹായിക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ ചെന്നുപെടുന്നത് അസൂയയും അഹങ്കാരവും നിറഞ്ഞ തീരുമാനങ്ങളിലാണ്. പലപ്പോഴും മണ്ടത്തരങ്ങളിലാണ് നമ്മൾ ചെന്നുപെടുന്നത്. യഥാർത്ഥത്തിലൊരു ഡിസേൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു അനുകമ്പ നിറഞ്ഞ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ മുൻവിധിയില്ലാത്ത പെരുമാറ്റം, അത് പലപ്പോഴും ഇന്നത്തെ AI ടൂൾസിന് സാധിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്, പരിശുദ്ധാത്മാവാണ് നമ്മെ യഥാർത്ഥത്തിൽ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത്, യേശുവിലേക്ക് നയിക്കുന്നത്. യഥാർത്ഥ GPS പരിശുദ്ധാത്മാവാണ്. ആത്മാവിൽ നമ്മൾ നിറയുമ്പോൾ വ്യക്തമായ തീരുമാനങ്ങൾ, നാം എടുക്കേണ്ട തീരുമാനങ്ങൾ നമുക്കെടുക്കാൻ സാധിക്കും. യേശുവിലേക്ക് നമ്മെ അടുപ്പിക്കും. വിധക്കാരൻ്റെ ഉപമയിൽ നമ്മൾ വായിക്കുന്നുണ്ട് പലതരത്തിൽ ആ റെസ്പോൺസ് കൊടുക്കുന്നവർ.
പരിശുദ്ധാത്മാവിനോടുള്ള പ്രതികരണവും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായിട്ടും അടച്ചു കളയുന്നവർ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ബഹിഷ്കരിക്കുന്നവരുണ്ട്. വേറെ ചിലർ സഹനങ്ങളിൽ മാത്രം, കഷ്ടപ്പാടുകൾ വരുമ്പോൾ മാത്രം പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുന്നവർ. അവർ സൗഖ്യവും സുഖവും ഒക്കെ ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവിനെ മറക്കുന്നു. വേറെ ചിലർ ലോകത്തിൻ്റെ നിരവധിയായ ശബ്ദങ്ങൾക്കിടയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന്, നേർത്ത ശബ്ദത്തിന് കാതോർക്കുന്നു. പക്ഷേ മറ്റ് വലിയ ശബ്ദങ്ങൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ നേർത്ത ശബ്ദത്തെ മുക്കിക്കളയുന്നു. എന്നാൽ ആത്മാവിൽ നിറഞ്ഞ മനുഷ്യരുണ്ട്. അവർ 100 മേനിയും 60 മേനിയും 30 മേനിയും ഒക്കെ ഫലം പുറപ്പെടുവിക്കുന്നു. ആത്മാവിൻ്റെ മക്കൾ, ആത്മാവിൽ നിറഞ്ഞവർ. ഈ ആത്മാവിൽ നിറഞ്ഞ മനുഷ്യരാകാൻ ഈ ദിവസം നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. മൂന്നാമത് നമ്മൾ ചിന്തിക്കുക പിതാവിനെക്കുറിച്ചാണ്. നമ്മെ സമ്പന്നരാക്കുന്ന പിതാവായ ദൈവം. അതെങ്ങനെയാണ്? പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിതാവിൻ്റെ സമ്പത്തെല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നു. പിതാവിൻ്റെ സമ്പത്ത് എന്താണ്? പിതാവിൻ്റെ സമ്പത്ത് ഏറ്റവും വലിയ കാരുണ്യമാണ്. കൂടുതലായിട്ട് ഈശോയോട് അനുരൂപരാകാൻ നമ്മെ സഹായിക്കുന്നത് പിതാവിൻ്റെ വലിയ കാരുണ്യമാണ്. ആ കാരുണ്യത്തിൻ്റെ വലിയ നിധിയാണ് പിതാവിനുള്ളത്. അതെല്ലാം പിതാവ് നമുക്ക് നൽകുന്നു എന്നുള്ള വലിയ സത്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക. ഒപ്പം തന്നെ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ, പിതാവിൻ്റെ പദ്ധതികൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ആ ഒരു വലിയ വെളിച്ചം നമ്മുടെ ജീവിതത്തെ സഹായിക്കുന്നു. നമ്മുടെ പദ്ധതികൾ അല്ല, ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറണം എന്നുള്ള ആഗ്രഹം ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമുക്ക് നൽകുക. ഒപ്പം തന്നെ പിതാവിനുള്ളത് എന്താണ്? പിതാവിനുള്ളത് സത്യത്തിൻ്റെ പൂർണ്ണതയാണ്. ഈ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നമ്മളെ നയിക്കുന്നു. അപ്പോൾ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം ഈ സ്നേഹത്തിലും പിതാവിൻ്റെ കരുണയിലും കൃപയിലും ആശ്രയിച്ചുള്ള ജീവിതം. ഈശോയോട് കൂടുതൽ അടുക്കാൻ, കൂടുതൽ അനുരൂപരാകാൻ നമ്മെ സഹായിക്കുന്ന പിതാവ്, അങ്ങനെ നമ്മെ സമ്പന്നരാക്കുന്ന പിതാവിനെ പറ്റിയിട്ടാണ് പ്രത്യേകമായി നമ്മൾ ഓർക്കുക. നമ്മുടെ ജീവിതം തന്നെ ആ സത്യത്തിൻ്റെ നിറമായിട്ട് മാറുന്നു. നമ്മുടെ ജീവിതത്തിലെ അസത്യങ്ങളെല്ലാം മാറുന്നു. കൂടുതൽ പിതാവിലേക്ക് കടന്നു വരുമ്പോൾ നിൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ ആഴമായ സത്യത്തിൽ അടിയുറച്ചതാകുന്നു. ഇതാണ് നമ്മൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു അനുഭവം എന്നോർക്കുക. അപ്പോൾ ഈ 3 സത്യങ്ങളും 3 സന്ദേശങ്ങളും കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്തെ പഴയ നിയമ വായനയിൽ 18-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അബ്രാഹത്തിനുണ്ടാകുന്ന ആ ദർശനമാണ്. 3 പേരുടെ ആ ഒരു ഒക്കുമരത്തിന് കീഴെ ഇരിക്കുമ്പോഴുണ്ടാകുന്ന ദർശനമാണ്. അവിടെ നമ്മൾ കാണുക എന്താണ്? അവിടെ സാധാരണ സംഭവം പോലെയാണ് അവിടെ കാണുക. അബ്രാഹം കാത്തിരിക്കുകയാണ്. പക്ഷേ ആ സാധാരണ സംഭവങ്ങളിൽ കൂടി ഇതാ ദൈവം ഇടപെടുകയാണ്. കാത്തിരിക്കുന്നവന് തൃത്വം എപ്പോഴും അടുത്തു വരുന്നു എന്നുള്ള സത്യം നമ്മൾ ഓർക്കുക. അബ്രാഹത്തിൻ്റെ എന്താണ് പ്രത്യുത്തരം? ഏറ്റവും നല്ല കാര്യങ്ങൾ ഭക്ഷണ വസ്തുക്കളായിട്ട് കൊടുക്കുകയാണ്. ജീവിതത്തിൽ പരിശുദ്ധ തൃത്വത്തിന് കൊടുക്കാൻ നിനക്ക് എന്താണുള്ളത്? എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധ തൃത്വത്തിന് സമർപ്പിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ എൻ്റെ ജീവിതം വലിയ വിജയമാകും. ആത്മാവിൻ്റെ കൃപകൾ നിന്നിൽ വർഷിക്കും. ഈ വലിയ തിരുനാൾ ദിവസം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അനേക കൃപകൾ എൻ്റെ ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.